ഇന്നലെ 3 മണിക്ക് നിന്നെ വിളിച്ചത്, നീ ചുമ്മാ നുണ പറയില്ല കേട്ടാ. 5000 ഇടി പോടി, അതൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ പോക്കറ്റ് മണി തരുന്ന 5000 രൂപയ്ക്ക്. അത് ഞാൻ നിനക്ക് ഒപ്പിച്ചു തരാം. എന്തോന്ന്, എന്റെ ഫാമിലി റിച്ചാന്ന് നിനക്ക് അറിയാൻ വയ്യ? നമ്മൾ പണ്ടത്തെ ജന്മി ടീമാ, കുറെ പൈസ ഉണ്ട്. 5000 അല്ലേ ഒപ്പിക്കാ, നീ മേടിക്കണ്ട. ഞാൻ നിനക്ക് സെറ്റാക്കി തരാം ചക്കര മുത്തേ. സെറ്റാക്കി അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരെണ്ണത്തിന് എന്നോട് സ്നേഹമില്ല. അമ്മയ്ക്ക് പോലും പിന്നെ ചേച്ചി എന്ത് പുറത്തോണ്ട് വരുന്നു? ഒന്നുമില്ല. ചേച്ചിക്ക് പുതിയ കൊളാബ് വല്ലതും വന്നാ? വന്നെങ്കി അല്ല, എന്തിന്റെ കൊളാബ് വന്നേ? എനിക്ക് അമേരിക്കൻ പ്രൊഡക്റ്റിന്റെ കൊളാബ് വന്നു. അമേരിക്ക? അപ്പൊ ഡോളേഴ്സിലാ കാശ് വന്നേ? അത് കൺവേർട്ട് ചെയ്ത കുറെ പൈസ കിട്ടൂലേ? പിന്നെ കിട്ടും. എന്താന്നോ ചേച്ചി വ്ളോഗെല്ലാം ചെയ്യുമ്പോ ഞാൻ എപ്പോഴും മാറി നോക്കും. നല്ല രസം കാണാൻ. എനിക്ക് ഭയങ്കര അസൂയ വരും ചേച്ചി ചെയ്യുന്ന കാണുമ്പോ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. എന്താണ് ഭയങ്കര പതയാണല്ലോ? അല്ല, അത് പതയെന്ന് വെച്ചാ എനിക്ക് ഒരു 5000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. 5000 വേണോ? ഞാൻ തരാം. അതല്ലേ? എന്താണ് ആവശ്യം? അത് എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ തീരെ വയ്യാതെ ആശുപത്രി കിടക്കുക. അപ്പൊ അവനെ സഹായിക്കാൻ. ഏത് കൂട്ടുകാരന്റെ അച്ഛനാടാ? മറ്റേ നമ്മുടെ സുമേഷ് ഇല്ലേ, അവന്റെ അച്ഛൻ രതീഷ്. പൈസ ഞാൻ തരാം, പക്ഷെ എനിക്ക് തിരിച്ച് ഉപകാരം ചെയ്യണം. ചേച്ചി ഒരാൾ ചാവാറായിട്ട് കിടക്കുക ഹോസ്പിറ്റലിൽ. അപ്പൊ ചേച്ചി ചുമ്മാ ഓരോ ഡയലോഗ് അടിക്കുക സഹായം എന്നൊക്കെ പറഞ്ഞ്. മോശം കേട്ടാ. പിന്നെ വെറുതെ നിനക്ക് പൈസ തരുമോ ഞാൻ? എനിക്ക് തിരിച്ചു ഉപകാരം ചെയ്താൽ മാത്രമേ ഞാൻ തരുള്ളൂ എന്തെങ്കിലുമൊക്കെ. ഉപകാരം ചെയ്യാൻ പറയാനാ ചെയ്യണത്. എനിക്ക് IELTS ക്ലാസ്സിന് പോകാനുള്ള പൈസ തരണം. എന്തേലും ആട്ടെ, ചേച്ചി കാശ് ഞാൻ സഹായം ചെയ്യാം. എടാ, അതിന് എന്റെ പൈസ ഇല്ല, അമ്മയുടെ കയ്യിലാണ് പൈസ. ചേച്ചിയുടെ കാശ് എങ്ങനെ അമ്മയുടെ കയ്യിൽ വന്നേ? എന്റെ പൈസ അല്ല, ഇവിടെ ഈ പറമ്പിൽ അടയ്ക്കും തേങ്ങയൊക്കെ വിറ്റ പൈസ ഇല്ലേ, അതാ പണിക്കാരെ അമ്മയുടെ കയ്യിലെ കൊടുത്താണേ. അമ്മ നൈസായിട്ട് അത് ഇസ്കാനുള്ള പരിപാടിയാ. ആ പൈസ നീ എടുത്തോ. ഞാൻ എടുക്കാനാ? ഞാൻ പോയി മോട്ടിക്കാനാ? പിന്നെ നിന്റെ ആവശ്യത്തിന് നീ പോയി മോഷ്ടിക്കണ്ടേ? ഞാൻ ഐഡിയ പറഞ്ഞെന്തില്ലേ? പിന്നെ അച്ഛനോട് പറ മോട്ടിക്കാൻ. ഞാനൊന്നും മോട്ടിക്കൂല. ഇതിലും ഭേദം അച്ഛനായിരുന്നു. അച്ഛനടുത്ത് ചോദിച്ച കാര്യം നടന്നേനെ. പിന്നെ ഞാൻ മോട്ടിക്കുന്നതിന്റെ വീതം നാണോ ചേച്ചി? ഒരു പൈസ വെച്ചോ മോട്ടിക്കാൻ പറയാം സ്വന്തം വീട്ടിൽ കയറി. നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. അതൊന്നോ പിന്നെ നിനക്ക് എടുത്തോണ്ട കുഴപ്പം. അത് ഞാൻ എടുത്തോളാം. എനിക്ക് IELTSനുള്ള പൈസ തന്നെ. തരാം. സെറ്റായില്ലേ? സെറ്റായി. എന്താ അത്ര കലിപ്പ്? ആർക്ക് കലിപ്പ്? എന്റെ ടോൺ ഇങ്ങനെയാണ്. ഞാൻ കളിക്കുന്നൊന്നുമല്ല. പൊക്കോ. പൈസ തന്നില്ലെങ്കിൽ ചെക്കാ. എന്തായാലും അടക്കി വിറ്റ കാശല്ലേ, അതൊക്കെ എടുക്കാൻ എനിക്കറിയാം. മോട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ മരം നല്ല പച്ചപ്പായിട്ട് നിപ്പുണ്ടല്ലോ. ഇതെന്തോ അച്ഛമ്മ ഈ മരത്തിന്റെ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന? എന്താ എനിക്ക് മരത്തിന്റെ മേലോട്ട് നോക്കാമല്ലേ? മോളിലൊരു കാക്കയുടെ കൂടുണ്ട്. അതിന് ഞാൻ വേണം കാക്കയുടെ കൂടുണ്ടെങ്കിൽ? മോളോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേ വായിലോട്ട് കാക്ക അപ്പിയിടും. അതാ ഞാൻ പറഞ്ഞു. കാക്ക അപ്പിയിടും. ഞാൻ മരം വെട്ടിക്കളയും ഞാൻ, എന്നിട്ട് ആ കൂടും തല്ലിപ്പൊളി. ഒരു കാക്കയോടാണ് ഈ ദേഷ്യം? ഈ മരം എന്താ ചെയ്തതിന്? പിന്നെ ഒരു കാക്ക എന്റെ തലയിൽ അപ്പിയിടത്തില്ല. പിന്നെ അച്ഛമ്മ ഞൊട്ടും. ഇത് അച്ഛമ്മയുടെ മരമാണല്ലേ. ട്രീറ്റ്മെന്റ് ഫുള്ള് ചെയ്തേ സഞ്ജു കേട്ടാ. നീ അടുത്ത കാലത്ത് ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്തോടാ? അടുത്ത കാലത്തില്ല, ഇനി ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. നീ ഇതിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട. അച്ഛമ്മ ഞാൻ അഗ്രികൾച്ചർ പഠിച്ച ആളാ, മരങ്ങളുടെ ഡോക്ടറാണ്. എനിക്ക് ഇവരുടെ പൾസ് അറിയാം. പൾസാൻ ഇങ്ങോട്ട് വരണ്ട. ഈ മരത്തെ തൊട്ട് കളിക്കണ്ട നീ. ഇതിപ്പോ നന്നായിട്ട് പച്ചപ്പ് ആയിട്ട് നിൽക്കുക. പച്ചപ്പായിട്ട് നിൽക്കട്ടെ, അതൊക്കെ വിട്. എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായ? എനിക്കൊരു 5000 രൂപ വേണം. 2500-ന്റെ 2 നോട്ട് മതിയോടാ? അതോ ഇനി 5000 രൂപ ഒരു നോട്ട് മതി? 1000-ന്റെ അങ്ങനത്തെ നോട്ടൊക്കെ ഇറങ്ങിയാ? ഇറങ്ങുമ്പോ പറയാം. ഇറങ്ങുമ്പോ പറഞ്ഞാ പോലെ. എനിക്ക് ഇപ്പൊ അത്യാവശ്യം വേണ്ടൊന്ന് വേണ്ടതാ. എന്തിനാ എനിക്ക് അത്യാവശ്യം? അതൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാ. എന്റെ പൈസ ഒന്നും ഇല്ല. കൊച്ചു കൊള്ളി നോണ പറയില്ല കേട്ടോ. ഈ അടക്കാൻ തേങ്ങ എല്ലാം വിലക്ക് ഇട്ടിട്ട് പൈസ കിട്ടിയില്ലേ? പിന്നെ എന്റെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടല്ലോ മറ്റേ കച്ചവടക്കാരൻ അമ്മയുടെ കൊണ്ട് പൈസ എണ്ണി വെച്ചു കൊടുക്കുന്നേ. നീ കണ്ടോടോ? അപ്പൊ അച്ഛമ്മയുടെ അമ്മ പറഞ്ഞില്ല പൈസ കിട്ടിയ കാര്യം? എന്നോടൊന്നും പറഞ്ഞില്ല. ആ അടക്കക്കാരനും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ പിന്നെ അച്ഛമ്മയോട് പറഞ്ഞു. അത് കൊള്ളാലോ. അവർക്ക് പൈസ അടിച്ചു മാറ്റി എടുക്കാനായിരിക്കും. അത് സമ്മതിക്കല്ല അച്ഛമ്മ, അത് കളത്തരം പറ്റൂല. അച്ഛമ്മയുടെ പറമ്പിൽ സാധനം വരിട്ട് അമ്മ പൈസ അടിച്ചു, അത് പോയി ചോദിക്കണം. അത് ചോദിക്കും മോനെ, അത് ചോദിക്കും. അങ്ങനെ പറ്റില്ലല്ലോ. എന്നോട് ചോദിക്കാതെ അവള് പൈസ പഠിക്കാതെ അവൻ എന്ത് കാണിച്ചത്? അവൻ പോട്ടെ, അവൻ വീട്ടുകാരുടെ. പക്ഷെ അമ്മ അച്ഛമ്മ അറിയിക്കണ്ടേ? ഇവിടെ എന്റെ ഇല്ലല്ലേ, ഞാനല്ലേ ഇതിന്റെ ഉടമസ്ഥ. എന്റെ ഇല്ലല്ലേ അവൻ പൈസ ഉണ്ട്. അച്ഛമ്മ ഈ വേർത്തി പറഞ്ഞു കൊടുക്കുന്നതാണെന്നെല്ലാം പെറുക്കി വെച്ചിട്ട് ചുമ്മാ. ഞാൻ അവളോടൊന്ന് ചോദിച്ചിട്ട് ചോദിക്കാം. അതല്ല, ഈ വിവരം തന്നതിന്റെ ഒരു പ്രത്യേകമായിട്ട് എനിക്കൊരു 5000 രൂപ തരുമോ? അതെന്റെ കൈ കിട്ടട്ടെ, അപ്പൊ തരാം. കിട്ടിയിട്ട് മതി. നീ ഇത് പറഞ്ഞു തന്നെ നന്ദി കേട്ടോ മക്കളെ. ചോദിച്ചിട്ട് ഇപ്പൊ പൈസ കിട്ടിയാ മതിയായിരുന്നു.